ഏറെ ബഹുമാനായ ഉമർ തങ്ങൾ, സയ്യിദ് ബാസിത്ത്, അതുപോലെ പ്രഗനായ ജില്ലാ പ്രസിഡന്റ് സഫീർ സാഹിബ്, സയ്യിദും സഫീർ സാഹിബും സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു പുതിയ പ്രത്യക്ഷത്തിൽ നോക്കുമ്പം പുതിയ എന്നാൽ ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ളൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സംഘടനയാണ്. ഇതിൻ്റെ ഒരു പ്രായോഗിക രീതിയിലുള്ള നമ്മൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ് സഫീർ സാഹിബ്. അദ്ദേഹം അതിൻ്റെ കൺസെപ്റ്റിൽ ഒന്ന് രണ്ട് കേസ് സ്റ്റഡിയിൽ വളരെ വിശദമായി അത് വിശദീകരിക്കുകയുണ്ടായി. നമ്മൾ നമ്മുടെ സംഘടനയുടെ അടിസ്ഥാനമായി ജനാധിപത്യത്തെ ഒരാശയമായി എന്തിന് സ്വീകരിച്ചു എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതൊരു പഴയ സാധനമല്ല പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു സാമൂഹിക യാഥാർത്ഥ്യമായി രൂപപ്പെട്ടത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം. ജനാധിപത്യത്തെക്കുറിച്ച് വിദൂരമായ സങ്കല്പം പോലും ഇല്ലാതിരുന്ന ഒരു ജനതയും സമൂഹവുമായിരുന്നു നമ്മൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നില്ലെങ്കിൽ നമ്മളൊരു ജനാധിപത്യ സമൂഹമായി മാറുമായിരുന്നില്ല എന്നൊക്കെ പറയുന്ന അംബേദ്കറേറ്റ് ചിന്തകരും എഴുത്തുകാരും ഉണ്ട്. ഇപ്പോൾ ഗാന്ധിയോട് സ്വാതന്ത്ര്യ സമരം പോരാട്ടങ്ങളുടെ ഒരു ഘട്ടം അവസാനിച്ച് നമ്മൾ ഒരു സ്വതന്ത്ര രാജ്യമാകുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഒരു ബ്രിട്ടീഷ് BBC പത്രപ്രവർത്തകൻ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ലെങ്കിൽ നിങ്ങളെങ്ങനെ ജീവിക്കുമായിരുന്നു? അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെയാകുമെന്ന് ഗാന്ധിയോട് BBC ലേഖകൻ ചോദിക്കുന്നുണ്ട്. അതിന് ഗാന്ധിയുടെ ഒരു മറുപടി, ഞാൻ എങ്ങനെയാണോ മുമ്പ് ജീവിച്ചത് അതുപോലൊക്കെ തന്നെ ജീവിക്കുമായിരുന്നു എന്നാണ്. അതിനെ വിലയിരുത്തിക്കൊണ്ട് ദളിത് ചിന്തകർ പറയാറുള്ളത്, ഗാന്ധി ഒരു ഉയർന്ന ജാതിയിൽ ജനിച്ച് വളർന്നൊരു മനുഷ്യനൊന്നുമല്ല, ഒരു OBC കാറ്റഗറിയിൽപ്പെട്ട ആളാണ്, ബനിയ സമുദായ അംഗമാണ് എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ ജീവിത പരിസരത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അനിവാര്യമായിരുന്നൊരു സംഗതി ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുമായിരുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ ബ്രിട്ടീഷുകാർ രൂപപ്പെടുത്തിയെടുത്ത ബ്രിട്ടീഷുകാരുടെ എൻഗേജ്മെൻറ്റാൽ രൂപപ്പെട്ടു വന്നൊരു ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത്. അതിന് ഗാന്ധി ഒരു മറുപടി കൂടി പറയും, എനിക്ക് ആത്യന്തികമായി കടപ്പാടുള്ളത്. അദ്ദേഹത്തോട് ആ ലേഖകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് ആത്യന്തികമായി കടപ്പാടുള്ളത് എന്നോടാണ്, എൻ്റെ ബോധ്യങ്ങളോടാണ് എന്നതാണ് ഗാന്ധി പറയുന്ന മറ്റൊരു മറുപടി. അടിസ്ഥാനപരമായി എന്താണത് സൂചിപ്പിക്കുന്നത്? അഥവാ ഈ അപരനെ പരിഗണിക്കാത്ത, അപരനോട് ബാധ്യതയില്ലാത്ത, പരിഗണിക്കാത്ത എന്ന് ഞാൻ പറയുന്നില്ല, ബാധ്യതയില്ലാത്ത ഒരു രാഷ്ട്രീയ സങ്കല്പത്തിൽ ജീവിക്കുകയും ജനങ്ങൾ എൻഗേജ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു പൊളിറ്റിക്സും ഒരു സാമൂഹികാവസ്ഥയുമായിരുന്നു ഇന്ത്യക്കൊരു ഭരണഘടനയും ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് 2025 സംസാരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ശരീരത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ പുതിയ ഒരു സങ്കല്പവും ഒരു പ്രാക്ടീസുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ടാണ്. ഇവിടെ നേരത്തെ ഹിലാൽ സൂചിപ്പിക്കേണ്ടത് ആ ജാതി വ്യവസ്ഥ എന്ന് നമുക്ക് കേരളത്തിൽ ഇന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ജാതിയെ കാണില്ലെങ്കിലും നമുക്ക് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാവുകയും നിലനിൽക്കുകയും ജനാധിപത്യത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത, ജനാധിപത്യത്തിന് യാതൊരു ഇടവുമില്ലാത്തൊരു പ്രാക്ടീസിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നത് ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇടതുപക്ഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ ക്യാമ്പസുകളിൽ എപ്പോഴും പറയാറുള്ളത് അവർ ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനങ്ങളാണ് എന്ന് അവരെക്കുറിച്ച് ഞാനൊരു പ്രാക്ടീസ് നേരത്തെ പറഞ്ഞത് കൺസെപ്റ്റ് ആണെങ്കിൽ ഇനി പ്രാക്ടീസിലേക്കാണ് പറയുന്നത്.
എന്തുകൊണ്ടാണ് SFI ജനാധിപത്യ വിരുദ്ധമാകുന്നത് എന്നൊരു അന്വേഷണം വളരെ പ്രസക്തമാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായൊരു കാരണം, ആഭ്യന്തരമായി ജനാധിപത്യത്തെ പ്രാക്ടീസ് ചെയ്യാത്തൊരു സംഘടനയാണ് SFI എന്ന് പറയുന്നത്. അപ്പോൾ ആഭ്യന്തരമായി ജനാധിപത്യത്തെ പ്രാക്ടീസ് ചെയ്യുക എന്നത് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും ഒരു കൂട്ടർക്ക് അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മളെന്തിനാണ് വളരെ കൃത്യമായ ഇടവേളകളിൽ 2 വർഷം കൂടുമ്പോൾ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തി, പാർട്ടിയാണെങ്കിലും ഫ്രട്ടേണിറ്റി ആണെങ്കിലും കൃത്യമായ ഇടവേളകളിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തി, അതിന് വലിയ മനുഷ്യാധ്വാനവും സമയവും ഒക്കെ ചെലവാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു സംഘടനാ പ്രാക്ടീസ് വളരെ കണിശമായി, വളരെ സൂക്ഷ്മതയോട് നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആഭ്യന്തരമായും ആന്തരികമായും ജനാധിപത്യത്തെ ഉറപ്പുവരുത്തുക എന്നത് നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാനും അത് ഒരു സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യമായി പൊതുജനങ്ങൾക്ക് അനുഭവപ്പെടുത്താനും അത് അനിവാര്യമാണ് എന്നതുകൊണ്ടാണ്. അപ്പം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ എന്ന നിലക്ക് ഇതിൻ്റെ ഒരു സമീപനം ക്യാമ്പസുകളിൽ നമ്മൾ ഓരോ നിമിഷവും കൂടുതലായും ജനാധിപത്യവൽക്കരിക്കപ്പെടുക എന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ രാഷ്ട്രീയത്തെ ക്യാമ്പസുകളിലും തെരുവുകളിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുഭവങ്ങളിൽ, എൻഗേജ്മെൻറ്റുകളിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആളുകൾക്ക് പറയാനുള്ള അവസരങ്ങൾ വകവെച്ച് കൊടുക്കുകയും അത് കേൾക്കാനുള്ള പേഷ്യൻസ് കേൾക്കുകയും വിമർശനങ്ങൾ സ്വീകരിക്കാനുള്ള വിശാലത കൈവരിക്കുകയും ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ പ്രോസസ്സ് ഒരു ഭാഗത്ത് നടത്തുകയും മറുഭാഗത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജനാധിപത്യത്തിൽ സംസാരിക്കുമ്പം അതിൽ വ്യത്യസ്തങ്ങളായ മാനങ്ങളുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. പിന്നീട് നമ്മൾ സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാഹോദര്യവുമായി നമ്മൾ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇപ്പോൾ ദൈവബന്ധികളും ഹിന്ദു സമുദായവും ഒന്നിച്ച് കൊളോണിയൽ ഭരണത്തിനെതിരെ നിരന്തരമായ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ചരിത്ര അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സമുദായങ്ങൾ, അപ്പോൾ ഓരോ സമുദായങ്ങൾ പരസ്പരം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് വ്യത്യസ്ത സോഷ്യൽ കോസുകൾക്ക് വേണ്ടി പൊരുതിയിരുന്ന, അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്ഥാനം ഫറാഹി പ്രസ്ഥാനം, പശ്ചിമ ബംഗാളിലുണ്ടായിരുന്ന ഫറാഹി പ്രസ്ഥാനം ഒരു വേള ഇങ്ങനെ ഫത്വ ഇറക്കി, അഥവാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗം എന്ന അർത്ഥത്തിൽ ഫറാഹി പ്രസ്ഥാനം പറഞ്ഞത്, സക്കാത്തിൻ്റെ, സദക്കയുടെ അല്ല, സക്കാത്തിൻ്റെ, മുസ്ലിം സമുദായം അവരുടെ സക്കാത്തിൻ്റെ വിഹിതം സ്വാതന്ത്ര്യ സമരത്തിന് മാറ്റിവെക്കുക എന്ന് പറയുന്നത് മതപരമായ ബാധ്യതയാണ് എന്ന ഫത്വ ഫറാഹി പ്രസ്ഥാനം ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ ഇറക്കുന്നുണ്ട്. ഇതെന്തിനാ? അവിടെ മുസ്ലിങ്ങളുടെ പിന്നെ ഒരു മുസ്ലിങ്ങളുടെ അപ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമല്ല. എന്ന് പറഞ്ഞാൽ ഒരു സമുദായം അവരുടെ വിശ്വാസപരമായ വിഷയങ്ങളെ കൂടി ചേർത്ത് വെച്ച് അവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് അതിനോട് സാഹോദര്യപ്പെടുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. നമുക്ക് 2ാം വട്ടമേശ 1931 നടക്കുന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ നമുക്കറിയാം, ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് നടക്കുന്നത് 1931 നടക്കുന്ന 2ാം വട്ടമേശ സമ്മേളനമാണ്. ആ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ദളിതുകൾക്ക് പ്രത്യേക ഇലക്ട്രൽ കോളേജ് എന്നുള്ള കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് ബ്രിട്ടീഷ് ഭരണകൂടം പെർമിഷൻ കൊടുക്കുമ്പോൾ ഗാന്ധി നേരെ വരുന്നത് മുഹമ്മദ് അലി ജിന്ന സാഹിബിൻ്റെ അടുത്താണ്. എന്നിട്ട് ജിന്നനോട് പറയാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ജിന്നനോട് ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, അംബേദ്കറിൻ്റെ ആവശ്യങ്ങൾ തള്ളണം. അതിൽ ജിന്ന കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. നമ്മൾ ചരിത്രത്തിൽ ജിന്ന വലിയ വിഭാഗീയതയുടെ ആളും വിഭജനത്തിൻ്റെ ആളുമായിട്ടാണ് ജിന്നയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുക. ജിന്ന പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാൽ, ഗാന്ധിയുടെ കൂടെ നിന്നാൽ, അത് ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഇന്ത്യയിലെ ദളിത് സമുദായത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമായിരിക്കും, അതൊരു ചരിത്രപരമായ ചതിയായിരിക്കും. അതുകൊണ്ട് ഞാൻ താങ്കളോടൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് അംബേദ്കറിൻ്റെ കൂടെ മുഹമ്മദ് അലി ജിന്ന സാഹിബ് നിൽക്കുന്ന ഒരു ചരിത്ര സന്ധ്യ 1931 ഇതാണ് പൊളിറ്റിക്കൽ ഫ്രട്ടേണിറ്റി. ജിന്ന ഒരു എത്തിസ്റ്റ് ആയിരുന്നു, നിങ്ങൾക്കറിയാം. ബൈ പ്രാക്ടീസ് അദ്ദേഹം ഒരു എത്തിസ്റ്റ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള എത്തിസ്റ്റ് ആയിട്ടുള്ള ജിന്ന, അദ്ദേഹത്തിന് ഗാന്ധിയുടെ കൂടെ നിന്നാൽ പലതും ലാഭമുണ്ടായിരിക്കെ, അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും അദ്ദേഹത്തിനും ഒരുപാട് ലാഭമുണ്ടായിരിക്കെ,
ചരിത്രപരമായി ഒരു സമുദായത്തെ ഒറ്റുകൊടുക്കില്ല എന്നൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നു എന്നിടത്താണ് ഇതാണ് സാഹോദര്യം എന്ന് പറയുന്നത്. അഥവാ മുസ്ലിം സമുദായം ദളിത് സമുദായത്തോട് രാഷ്ട്രീയപരമായി കാണിച്ച വഞ്ചനയില്ലാത്ത നിലപാടിൻ്റെ ഉദാഹരണമായിട്ട് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ ജിന്നയുടെ നിലപാടിനെ വായിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ സാഹോദര്യം എന്ന് പറയുമ്പം സഹ ഉദരരാണ്, അങ്ങനെയാണല്ലോ സാഹോദര്യത്തിൻ്റെ ഒരു ലിറ്ററൽ വേർഡ് മീനിങ് സഹോദരം. അപ്പം രാഷ്ട്രീയ സാഹോദര്യം, സാമൂഹിക സാഹോദര്യം, അങ്ങനെ നമ്മൾ സമുദായങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ, സമൂഹം എന്ന അർത്ഥത്തിൽ വ്യത്യസ്ത തുറകളിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചു നിൽക്കുകയും എന്നിട്ട് ആ കോസിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക എന്നതാണ് സാഹോദര്യ രാഷ്ട്രീയം കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത്. ഇത് ക്യാമ്പസിലേക്ക് വരും. നമ്മൾ ക്യാമ്പസിൽ പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നമുക്കെതിരെ എല്ലായ്പ്പോഴും എല്ലാ വർഷവും സുല്ലമുസ്ലാം ക്യാമ്പസിൽ MSF ഉയർത്തുന്ന ഒരു ആരോപണമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇലക്ഷൻ ക്യാമ്പയിനിൽ നിങ്ങൾ അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും, നിങ്ങൾ ഇന്ത്യയിലും അല്ലെ വടക്കൻ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും, നിങ്ങൾ ക്യാമ്പസിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാറില്ല എന്ന് ഇലക്ഷൻ ക്യാമ്പയിനിൽ MSFകാർ ഫ്രട്ടേണിറ്റിയെക്കുറിച്ച് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സാർവദേശീയത അല്ലെങ്കിൽ സാർവലൗകികത ഉണ്ടല്ല. നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അഥവാ നേർക്ക് നേരെ സുല്ലമുസ്ലാം ക്യാമ്പസിലെ കുട്ടികൾക്ക് അവരെ ബാധിക്കുന്നതാണ് എന്ന് തോന്നാത്ത, എന്നാൽ സുല്ലമുസ്ലാമിലെയും ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായി നിലപാട് സ്വീകരിച്ച് അഭിപ്രായങ്ങൾ പറയുകയും പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നത് ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇപ്പോൾ സത്യത്തിൽ മലപ്പുറത്ത് ഈ രാം ഗോപാലിൻ്റെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തി ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വെൽഫെയർ പാർട്ടിയാണ്. സത്യത്തിൽ വെൽഫെയർ പാർട്ടി എന്തുകൊണ്ടാണ് ആ വിഷയം ഏറ്റെടുക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഒരു നല്ലൊരു പൊളിറ്റിക്കൽ സോളായിട്ട് ആ രാം ഗോപാലിൻ്റെ നീതിക്കും വേണ്ടി ഏറ്റവും അങ്ങേയറ്റം വർക്ക് ചെയ്യുന്നത് നമ്മൾ അഷ്റഫിൻ്റെ സഹോദരൻ അഷ്റഫിൻ്റെ. നിങ്ങൾക്കറിയാം, അഷ്റഫ് എന്ന സഹോദരൻ മംഗലാപുരത്ത് വെച്ച് ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ട കോട്ടക്കൽ സ്വദേശിയാണ്, അല്ലെങ്കിൽ നമ്മൾ പറപ്പൂർ സ്വദേശിയാണ് അഷ്റഫ്. അഷ്റഫിൻ്റെ സഹോദരൻ നമ്മളെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ ചെയ്തു. ഈ രാം ഗോപാലിന് നീതി കിട്ടുന്നത് വരെ അഷ്റഫിൻ്റെ സഹോദരൻ രാം ഗോപാലിൻ്റെ അദ്ദേഹത്തെ താമസിപ്പിച്ച മോർച്ചറി, അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി സൂക്ഷിച്ച മോർച്ചറിയിൽ നിലനിൽക്കുകയും ആ കുടുംബത്തിന് മാന്യമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ വെത്തുന്നത് വരെ ആ നമ്മൾ ആലോചിക്കുക, അഷ്റഫിൻ്റെ സഹോദരന് എന്ത് കാര്യമുണ്ട്? അഷ്റഫിൻ്റെ സഹോദരന് എന്ത് കാര്യമുണ്ട് രാം ഗോപാലിൻ്റെ നീതിക്കും വേണ്ടി തൃശ്ശൂരിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ രാം ഗോപാലിന് വേണ്ടി ശ്രദ്ധിക്കാൻ? ഒരു വേള അദ്ദേഹത്തിന് റിവെഞ്ച് തോന്നേണ്ട ഒരു സന്ദർഭമാണ്. സ്വാഭാവികമായി റിവെഞ്ച് തോന്നേണ്ട ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു സാമാന്യ യുക്തിയിൽ ആളുകൾക്ക് റിവെഞ്ച് തോന്നേണ്ട ഒരു സന്ദർഭമാണ് സത്യത്തിൽ അഷ്റഫിൻ്റെ സഹോദരൻ ഉണ്ടാവേണ്ടത്. അഥവാ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ കൊല ചെയ്യപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നതാണ് നമ്മുടെ ഒരു സാമൂഹിക യാഥാർത്ഥ്യം. അപ്പുറത്ത് ബംഗ്ലാദേശിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണെങ്കിലും ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട രാംഗോപാൽ കൊല ചെയ്യപ്പെടുമ്പോൾ ആ രാംഗോപാലിൻ്റെ നീതിക്ക് വേണ്ടി സംസാരിക്കാൻ അഷ്റഫിൻ്റെ സഹോദരൻ കാണിക്കുന്ന ആ ജിജ്ഞാസയെ, ആ താല്പര്യത്തെയാണ് നമ്മൾ പറയുന്ന സാഹോദര്യം എന്ന് പറയുന്നത്. ഇത് എൻ്റെ സമുദായമാണെങ്കിലും ഇങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അതിനെ ഏറ്റെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അവിടെ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ശബ്ദിക്കുന്ന ഒരു സംഘമാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇത് മൂന്നും നമുക്ക് അവിടെ അഷ്റഫിൻ്റെ സഹോദരൻ ഉണ്ടാകുന്നു, അതുപോലെ അവിടെ വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നു, അവിടെ നമ്മുടെ രാഷ്ട്രീയം ഉണ്ടാകുന്നു. അപ്പോൾ പ്രയോഗതലത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഈ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇതിനെ ലോക്കലൈസ് ചെയ്ത് നമ്മുടെ ഈ തത്വങ്ങളെയും നമ്മുടെ ഈ ആശയങ്ങളെയും ലോക്കലൈസ് ചെയ്ത് ആളുകൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കുകയും അത് ക്യാമ്പസുകളിൽ നിരന്തരം പറയുക. നമ്മൾ നിരന്തരം തിയറി പറയുന്ന അല്ലെങ്കിൽ നിരന്തരം രാഷ്ട്രീയം പറയും. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പറയുന്ന സംഘടന എന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ അഭിമാനിക്കുകയും എന്നാൽ നമ്മളെക്കുറിച്ച് ആളുകൾ രാഷ്ട്രീയ ഒരു വേർഷനിൽ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മൾ ക്യാമ്പസിൽ രാഷ്ട്രീയം നിരന്തരമായി പറയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമ്പസിലാണെങ്കിലും തെരുവിലാണെങ്കിലും ഇപ്പം ഇന്ന് നിങ്ങളിത് കഴിഞ്ഞിട്ട് പ്രകടനം നടത്തും,
ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ പ്രകടനം നടത്തും. മലപ്പുറം ജില്ലയിലേക്ക് കേരളത്തിൽ 202 ഡോക്ടർ തസ്തിക രൂപീകരിക്കുന്ന സമയത്ത് 4 മലപ്പുറത്തേക്കുള്ളത്. 4 നമ്മളതിനെ ഉയർത്തുന്ന ഒരു പൊളിറ്റ്. നമ്മൾ മലബാർ സമരം നടത്തിയ സമയത്ത്, നമ്മൾ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് നമ്മളതിനുണ്ടാക്കിയ ഒരു നരേഷനുണ്ട്. അത് സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയമായി, വെൽഫെയർ പാർട്ടിയുടെ അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ രാഷ്ട്രീയമായിട്ട് ഇതെങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയമായിട്ട് മലപ്പുറം ഒരു പ്രദേശം എന്ന അർത്ഥത്തിൽ, ഒരു സമുദായം എന്ന അർത്ഥത്തിൽ, ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ, സവിശേഷമായും ബോധപൂർവമായും ആ സമൂഹത്തോട് കാണിക്കുന്ന വിവേചനം എന്ന അർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഇവിടെ മലബാർ സമരം നടത്തുന്നത്. അല്ലാണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഇവിടെ കുറച്ച് കുട്ടികൾക്ക് സീറ്റില്ല, മലപ്പുറത്ത് കുറച്ച് കുട്ടികൾക്ക് സീറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സമരം നടത്തുന്നു, അങ്ങനെ കുറച്ച് സീറ്റ് കിട്ടുന്നു. നമ്മൾ സമരം നടത്തുന്നു, MSF സമരം നടത്തുന്നു, തമ്മിലെ വ്യത്യാസം അതാണ്. ഇപ്പോൾ MSF സമരം നടത്തുന്നു, നവാസും അല്ലെങ്കിൽ ഇവിടുത്തെ MSFൻ്റെ നേതാക്കന്മാരും RDDനെ പൂട്ടിയിട്ട് പിന്നെ ഒരു 4-5 ദിവസം ഒരു മീഡിയക്ക് മുമ്പിൽ ഒരു സമരം നടത്തുകയും ഞങ്ങൾ ഈ സമരത്തിലുണ്ട്, അങ്ങനെ കുറച്ച് ആളുകൾക്ക് സീറ്റ് കിട്ടി. നമുക്കറിയാം 7,800 നമുക്കറിയാം 2023 7,800 സീറ്റ് മലപ്പുറത്തേക്ക് കിട്ടുന്നു. ഇത് സമര വിജയം എന്ന് പറഞ്ഞ് MSF മലപ്പുറത്തെ എല്ലാ ക്യാമ്പസുകൾക്ക് മുമ്പിലും +2 സ്കൂളുകൾക്ക് മുമ്പിലും ബോർഡ് വെച്ചു. നമ്മൾ പിന്നീട് ഒരിക്കലും ആ സംഘടനയെ, ഞാൻ ഇതൊരു ഉദാഹരണത്തിന്, ആ സംഘടനയെ നമ്മൾ ഈ സമരത്തിൻ്റെ ഒരു ഭാഗത്തും കാണുന്നില്ല. എന്നാൽ അതിനുശേഷമാണ് നമ്മൾ മലപ്പുറത്ത് നിവർത്തന പ്രക്ഷോഭം നടത്തിയത്. നമ്മൾ അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകൾ ഏർപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടപെടുന്ന ഒരു സമരവും, നമ്മൾ എൻഗേജ് ചെയ്യുന്ന ഒരു സമരവും അതൊരു ഗിമ്മിക്കിനപ്പുറത്ത് നിങ്ങൾ ഏത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഏത് പരിപാടി എടുത്ത് നോക്കിയാലും അതിൽ നമ്മുടെ അടിസ്ഥാന ആശയമായിട്ടുള്ള ജനാധിപത്യം, സാമൂഹ്യനീതി, സാഹോദര്യം ഇതിനോട് കണക്ട് ചെയ്യാത്ത ഒന്നും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പറയില്ല, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പ്രവർത്തിക്കില്ല. അപ്പം നമ്മൾ മലബാർ സമരം നടത്തുന്നത് 10 കുട്ടികൾക്ക് സീറ്റ് കിട്ടുക എന്നതിനപ്പുറത്തേക്ക് അതൊരു സാമൂഹ്യ നീതിയുടെ വിഷയമായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. ഒരു സമൂഹത്തോട്, ഒരു വിഭാഗത്തോട്, ഒരു പ്രദേശത്തോട് ഭരണകൂടം കാണിക്കുന്ന അന്യായമായ വിവേചനത്തെക്കുറിച്ചാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അവിടെ സംസാരിക്കുന്നത്. അതാണ് നമ്മുടെ രാഷ്ട്രീയം. നമ്മളിവിടെ സംവരണം അട്ടിമറിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ EWS വരുന്ന സമയത്ത്, എക്കണോമിക്കലി വീക്കർ സെഷൻസിന് ഇത് ഏതോ കുറച്ച് പാവപ്പെട്ട മുന്നാക്കക്കാരായ ആളുകൾക്ക്, ഇല്ലാത്ത ആളുകൾക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതി എന്നതിനപ്പുറം നമ്മൾ അവിടെ അതിനെ സവർണ സംവരണം എന്നൊരു പൊളിറ്റിക്കൽ ജാർഗനെ നമ്മൾ കോയിൻ ചെയ്യുന്നു. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയും വളരെ പെട്ടെന്ന് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഇത് സവർണ സംവരണമാണ്, ഇത് സാമ്പത്തിക സംവരണമല്ല, ഇത് സവർണ സംവരണമാണ് എന്ന് പറഞ്ഞാൽ സംവരണത്തിനൊരു തത്വമുണ്ട്, സംവരണത്തിനൊരു അടിസ്ഥാനമുണ്ട്. ആ സംവരണത്തിൻ്റെ തത്വത്തെ തന്നെ നിരാകരിക്കുന്നതാണ് സാമ്പത്തിക സംവരണം എന്ന് ബോധ്യപ്പെടുമാറാണ് നമ്മൾ സവർണ സംവരണം എന്ന് പറയുന്ന. അവിടെയും നമ്മൾ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയമായി, നവജനാധിപത്യ രാഷ്ട്രീയമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അതിൻ്റെ സമരങ്ങളെ രൂപപ്പെടുത്തുന്നത്. അപ്പം നിങ്ങളെടുക്കുന്ന ഏത് സമരമെടുത്താൽ, നിങ്ങളെടുക്കുന്ന ഏത് ഇടപെടലെടുത്താലും അതിലൊക്കെയും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ രാഷ്ട്രീയം, അടിസ്ഥാന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും പിന്നെ തത്വങ്ങളുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഇരുത്തം കൊണ്ടും ഈ പഠന സെഷൻ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെല്ലാവരും നമ്മളെന്തിനാണ് ഇപ്പോൾ ഈ സ്റ്റഡി ക്ലാസ് നടത്തുന്നത്, നമ്മളെന്തിനാണ് ഈ പഠന ക്യാമ്പ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും എൻഗേജ് ചെയ്യുന്ന രാഷ്ട്രീയത്തിന് പിന്നിലുള്ള, ഞാനും നിങ്ങളും ഇടപെടുന്ന ഇടപെടലുകൾക്ക് പിന്നിലുള്ള രാഷ്ട്രീയ കോഴ്സ് മനസ്സിലാവുക. ഇത് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നെയ്യിം ഗഫൂറിൻ്റെ ഒരു പത്രപ്രസ്താവന, ഒരു വിഷയമുണ്ടാവും, ഒരു വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടാവില്ല, വിദ്യാർത്ഥി വിദ്യാഭ്യാസ വിഷയമുണ്ടാകുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റിൻ്റെ കമൻ്റൊന്നും വന്നില്ല, അല്ലെങ്കിൽ പത്രക്കുറിപ്പ് വന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ 3 പാറ്റേൺ, അതായത് ജനാധിപത്യം, സാമൂഹ്യനീതി, സാഹോദര്യം എന്ന് പറയുന്ന നമ്മുടെ അടിസ്ഥാന ആശയത്തിൽ ഒന്നിട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഇതായിരിക്കും പറയാം. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന നേതൃത്വം കമൻ്റ് ഇറക്കിയില്ലെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അതിൽ ഇതായിരിക്കും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പറയുക എന്ന് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം പറയുന്നതിന് മുമ്പ് തിരിച്ചറിയാൻ പറ്റുന്ന അർത്ഥത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ ഇത് ഇങ്ങനെയായിരുന്നു പറയേണ്ടതെന്ന് തോന്നും ചിലപ്പോൾ. അപ്പം നമ്മൾ പിന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും, ഇപ്പോൾ എയ്ഡഡ് നിയമനം
PSCക്ക് വിടുക എന്നൊരു വിപ്ലവകരമായ, അത് അങ്ങനെ തന്നെ പറയുന്ന ഒരു കുറച്ച് ആഭ്യന്തരമായും വിപ്ലവകരമായിട്ടുള്ളൊരു സംഗതിയാണ്, ഒരു മുദ്രാവാക്യമാണ്. എയ്ഡഡ് മേഖലയിലെ പിന്നെ നിയമനങ്ങൾ PSCക്ക് വിടുക എന്ന് ഫ്രട്ടേണിറ്റിയും വെൽഫെയർ പാർട്ടിയും നയം സ്വീകരിച്ചു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയൊക്കെ ഒരുപാട് സ്ഥലത്ത്, എൻ്റെ അയൽവാസിയും കൂടി ആയിട്ടുള്ള കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം സാഹിബിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലെറ്റർ കൊടുത്തു. എടുത്തടിക്ക് ഇബ്രാഹിം സാഹിബ് ഞങ്ങളോട് പറഞ്ഞത്, എൻ്റെ കൂടെ തോന്നി ഞാൻ നാസർ മാഷി ഞങ്ങളെല്ലാവരും ഉണ്ട്, നിങ്ങൾക്ക് എയ്ഡഡ് സ്ഥാപനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ പറ്റുന്നതെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് എയ്ഡഡ് സ്ഥാപനം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് പറയാൻ പറ്റുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കമൻറ്റ്. അപ്പോൾ നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം എന്താ? നമ്മൾ ബാക്കിയുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. ബാക്കിയുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വിപ്ലവകരമായിട്ടുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് പറയും. അതായത് എനിക്ക് 10 പശു ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആളുകളോട് പറയാണ്. ഇപ്പോൾ ഉമ്മർത്തങ്ങളോട് ഞാൻ പറയും, ഉമ്മർത്തങ്ങൾ നിങ്ങൾക്ക് 10 പശു ഉണ്ടെങ്കിൽ അതിൽ 4 നിങ്ങൾ വേറെ ആൾക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് 10 പശു ഇല്ല, അത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് 2 മൊബൈൽ ഉണ്ടല്ലോ, ആ ഒരു മൊബൈൽ എന്ത് ചെയ്യണം നിങ്ങൾ കൊടുക്കുന്നത്? അദ്ദേഹത്തിന് 2 മൊബൈലുണ്ട്. ഉള്ളത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഒരു കാൽപ്പനികമായൊരു സംഗതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതും ഒരു ഉള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇതുകൂടി അക്കോമഡേറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി. അപ്പോൾ ഇപ്പം ഈ കാലത്ത് നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് അല്പെങ്കിലും ഉള്ളത്, പക്ഷെ കണക്ക് പരിശോധിക്കുമ്പം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എയ്ഡഡ് മേഖലയിലും മാന്യമായിട്ടുള്ള പരിഗണന ഇല്ല എന്നുള്ളതാണ്. എണ്ണം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. അത് വേറെ വിഷയം. ഇനി ഉണ്ടെങ്കിൽ തന്നെ എക്സസ് ആണെങ്കിൽ അത് വിട്ടുകൊടുക്കാനും കൂടിയും പറ്റണം. എക്സസ് ആണെങ്കിൽ നമ്മളെന്തെങ്കിലും എക്സസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചുകൂടിയാണ് നമ്മൾ പറയുന്ന രാഷ്ട്രീയമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്ന് വളരെ പ്രധാനപ്പെട്ട. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സംഘടനയുടെ അടിസ്ഥാന ആശയങ്ങളെ ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ബലൂണാവുക എന്നത് ഇങ്ങനെ പൊങ്ങിക്കിടക്കാന്നല്ല, പക്ഷെ പൊട്ടി കഴിഞ്ഞാൽ ഒന്നുമല്ലാണ്ടാവും. നമ്മൾ തന്നെ ഉള്ളിൽ കാമ്പുള്ള ബലൂണുകളാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് വിഷയം എടുത്താലും അതിൽ സംഘടന എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് സംഘടന പറയുന്നതിന് മുമ്പ് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടീമായി നമ്മൾ രൂപപ്പെടുക എന്നത് സംഘടനയെക്കുറിച്ച് അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുക, അന്വേഷിക്കുക, വായിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ. ഇനി ബാക്കി നിങ്ങൾ ഇൻട്രാക്ഷൻ വരുന്ന സമയത്ത് പറയാം. ഇതിൻ്റെ ഞാനിങ്ങനെ ചിതറിയ ചിന്തകളാണ് പറഞ്ഞത്. ഇത് എത്രത്തോളം ഇതിൽ ചേർന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ നെയ്ം ഗഫൂറും അതുപോലെ പ്രസിഡൻ്റൊക്കെ ഉള്ള സമയത്ത് 2 കമൻറ്റ് പറഞ്ഞാൽ മതിയെന്ന് വിചാരിച്ച് പോന്നതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പഠന സെഷൻ, പ്രത്യേകിച്ച് നിങ്ങളുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ വർഷത്തെ ആദ്യത്തെ ദിവസം സംഘടനയെ പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിൽ ഉള്ള നിങ്ങളുടെ വിൽ പവറിനെ അഭിവാദ്യം ചെയ്തും എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.